ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ശാസ്ത്രശാഖയായ ആയുർവേദത്തെ സാധാരണക്കാരിൽ, പ്രത്യേകിച്ച് മലയാളികളിൽ സുപരിചിതമാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണുന്ന പല അസുഖങ്ങളെയും ആയുർവേദത്തിലൂടെ എങ്ങനെ സുഖപ്പെടുത്താം എന്ന ഉദ്ദേശത്തോടു കൂടിയുമാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡാൻഡ്രഫ് അഥവാ താരനെ പറ്റിയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ സമൂഹത്തിൽ വളരെയേറെ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ്. രോഗം വളരെ ചെറുതാണെങ്കിലും അതിൽ നിന്നുള്ള മുക്തി എങ്ങനെ നേടുമെന്ന് ഭൂരിഭാഗം മലയാളികൾക്കും അറിയില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് ഡാൻഡ്രഫ് എന്താണെന്ന് നോക്കാം. ഡാൻഡ്രഫ് ഈസ് ഡിഫൈൻഡ് ആസ് എക്സസീവ് ഷെഡിങ് ഓഫ് ഡെഡ് സ്കിൻ സെൽസ് അക്കമ്പനീഡ് ബൈ ഇച്ചിങ് ആൻഡ് ഡ്രൈനസ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ തലയോട്ടിയിലെ സെൽസ് വളരെ വേഗം നശിച്ചു പോവുകയും അതിൻ ഫലമായി തലയോട്ടിയിൽ ചൊറിച്ചിലും വരൾച്ചയും ഉണ്ടാകുന്ന അവസ്ഥയെയാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഇനി ഡാൻഡ്രഫിൻ്റെ ചികിത്സയിലേക്ക് പോകുന്നതിന് മുമ്പായി താരൻ എന്ന് പറയുന്നത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഡാൻഡ്രഫ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓവർ ഗ്രോത്ത് ഓഫ് ഫംഗസ് ഓൺ സ്കാൽപ്പാണ്. അതായത് ഒരു തരത്തിലുള്ള പ്രത്യേക ഫംഗസ് തലയിൽ വളരുന്നതാണ് ഡാൻഡ്രഫിൻ്റെ പ്രധാന കാരണം. ഈ ഫംഗസിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫംഗസിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന മറ്റ് കാരണങ്ങൾ, ഒന്ന്, നമ്മുടെ തലയിൽ ഉള്ള സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുന്നത് മൂലം തലയോട്ടി ഓയിലിയായി മാറുന്നതാണ് ആദ്യത്തെ കാരണം. ഇങ്ങനെ തലയിൽ ആവശ്യത്തിലധികം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫംഗസിൻ്റെ വളർച്ചയെ വേഗത്തിലാക്കും. അതേപോലെ തന്നെയാണ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാലും നമ്മൾ എക്സസീവായിട്ടുള്ള ഹാർഷ് ഹെയർ പ്രൊഡക്ട്സ് ലൈക്ക് ഷാംപൂ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഡ്രൈ സ്കാൽപ്പ് ഉണ്ടായാലും അതും ഫംഗസിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ മറ്റൊരു കാരണമാണ് ഫംഗസ് വളരുന്നതിനുള്ള പുവർ ഹൈജീൻ അഥവാ വൃത്തിയില്ലായ്മ. മറ്റൊരു കാരണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിറ്റാമിൻ ബി, ഒമേഗ 3, സിങ്ക് ഇവയുടെ കുറവ്. ഇത് മാത്രമല്ല, സ്ട്രെസ്സ്, ആങ്സൈറ്റി പോലത്തെ മാനസിക കാരണങ്ങളും ഫംഗസിൻ്റെ വളർച്ചയെ സഹായിക്കും. എന്തെന്നാൽ ആയുർവേദം പ്രകാരം സ്ട്രെസ്സ്, ആങ്സൈറ്റി എന്നിവ നമ്മുടെ ഇമ്മ്യൂണിറ്റിയായി ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്മ്യൂണിറ്റി കുറയുന്ന സാഹചര്യത്തിൽ ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടുന്നതാണ്. ഇനി നമുക്ക് ചികിത്സയിലേക്ക് കടക്കാം. ഓർമ്മിക്കുക, ഇനി പറയുന്ന കാര്യങ്ങൾ തികച്ചും പൊതുജനങ്ങളിൽ ആയുർവേദ ചികിത്സയെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. സ്വയം ആയുർവേദ ഡോക്ടർ ആവാതിരിക്കാൻ ശ്രമിക്കുക. ചികിത്സയിൽ പ്രധാനമായ ഘട്ടം എന്നത് ഏത് ദോഷമാണ് ദുഷിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കലാണ്. താരൻ എന്ന രോഗത്തിൽ പ്രധാനമായും വാതകഫ ദോഷങ്ങളുടെ ദുഷ്ടിയാണ് ഉണ്ടാവുന്നത്. ദാരുണകം എന്ന ക്ഷുദ്ര രോഗമായാണ് നമുക്ക് താരനെ താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്. താരൻ പ്രധാനമായും രണ്ട് തരമുണ്ട്: വാതപ്രധാനമായ ഡാൻഡ്രഫും കഫപ്രധാനമായ ഡാൻഡ്രഫും. വാതപ്രധാനമായ ഡാൻഡ്രഫിൽ കാണുന്ന ലക്ഷണങ്ങൾ വൈറ്റ് പൗഡറി ലീഷൻസ്, ഡ്രൈ സ്കാൽപ്പ്, ഇച്ചിങ് എന്നിവയാണ്. കഫപ്രധാനമായ ഡാൻഡ്രഫിൽ കാണുന്ന ലക്ഷണങ്ങൾ വൈറ്റ് ഓർ യെല്ലോയിഷ് തിക്ക് സ്കെയിൽസ്, അമിതമായ ചൊറിച്ചിൽ, ഓയിലി സ്കാൽപ്പ് ഇവയാണ്. ഡാൻഡ്രഫിൻ്റെ ഭേദത്തിനനുസരിച്ച് ചികിത്സ പൂർണ്ണമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആദ്യം നമുക്ക് വാതികമായ താരൻ്റെ ചികിത്സയെ പരിചയപ്പെടാം. വാദം ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ട് ധൈര്യമായി തലയിൽ എണ്ണകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യാം. ഇതിനായി നിംബതൈലവും ഭൃംഗരാജ തൈലവും ചെറു ചൂടോടെ തലയിൽ അരമണിക്കൂർ പുരട്ടാവുന്നതാണ്. അതിനുശേഷം മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചോ ദശമൂലം ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ചോ തല കഴുകാവുന്നതാണ്. ശ്രദ്ധിക്കുക, മിതമായ ചൂട് മാത്രമേ തലയിൽ ഉപയോഗിക്കാവൂ. ഇത് ഡെയിലി ചെയ്യുക. അതിനോടൊപ്പം ആഴ്ചയിലൊരിക്കൽ ഹെയർ പാക്കായി കറ്റാർവാഴ, നെല്ലിക്ക, ഇരട്ടി മധുരം ഇവ ചേർത്തുണ്ടാക്കുന്ന പേസ്റ്റ് ഉപയോഗിക്കാം. അനുതൈലം അല്ലെങ്കിൽ ക്ഷീരബലാതൈലം ഒരു ഡ്രോപ്പറിൽ എടുത്ത് 2 തുള്ളി വീതം ഓരോ നാസാദ്വാരത്തിലും ഉറ്റിക്കുക. മേൽപ്പറഞ്ഞ വിധം ചികിത്സിച്ചാൽ വാതികമായിട്ടുള്ള താരൻ പൂർണ്ണമായി മാറുന്നതാണ്. ഇനി നമുക്ക് കഫപ്രധാനമായിട്ടുള്ള ഡാൻഡ്രഫ് എങ്ങനെ ചികിത്സിക്കാമെന്ന് നോക്കാം. പല ആളുകളും പറയുന്നത് കേൾക്കാം, ഡോക്ടർ എനിക്ക് ഒരു എണ്ണ തലയിൽ തേക്കാൻ തന്നു, അതിനുശേഷം ഡാൻഡ്രഫ് കൂടി എന്നൊക്കെ.
ഇങ്ങനെ പറയുന്നതിൻ്റെ മിക്ക കാരണം ഡോക്ടർ കൃത്യമായി ഡയഗ്നോസ് ചെയ്യാതെ കവചമായിട്ടുള്ള ഡാൻഡ്രഫിൽ ഓയിലുകൾ അപ്ലൈ ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് മൂലമാണ്. അവർ ഒരിക്കലും വാത ടൈപ്പിൽ പറഞ്ഞതുപോലെ ആദ്യം തൈലങ്ങൾ തലയിൽ തേക്കരുത്. ഇതിനായി ആദ്യം ആയുർവേദത്തിൽ പറയുന്ന ശോധന ചികിത്സയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി ആദ്യം അവിപത്തി ചൂർണം ഉപയോഗിച്ച് വിരേചനം ചെയ്ത് ദേഹശുദ്ധി വരുത്തണം. ശേഷം ശിരസിൽ അടിഞ്ഞിട്ടുള്ള കഫം നീക്കം ചെയ്യാൻ അപമാർഗക്ഷാര തൈലം ഉപയോഗിച്ച് നസ്യം ചെയ്യണം. ഇതിന് ശേഷവും സിംറ്റംസിൽ ശമനം കാണുന്നില്ല എങ്കിൽ പൗഡർ ഹെഡ് മസാജ് യൂസിങ് ത്രിബല ചൂർണ ചെയ്യാവുന്നതാണ്. ആഴ്ചയിലൊരിക്കൽ ഹെഡ് പാക്കായിട്ട് ത്രിബലയും വേപ്പിൻ്റെ ഇലയും ചേർത്ത് അരച്ച പേസ്റ്റ് ഉപയോഗിക്കാം. പൗഡർ മസാജിന് ശേഷവും ഹെയർ പാക്കിന് ശേഷവും തല നിത്യം കഴുകാനായി മോര് അഥവാ തക്രം അല്ലെങ്കിൽ പുളിച്ച അരി കഴുകിയ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ ചികിത്സകൾക്ക് ശേഷം മാത്രം രൂക്ഷത കുറയ്ക്കാനായി നിത്യവും നിംബതൈലവും കർപ്പൂരാതി തൈലവും മിക്സാക്കി തലയിൽ തേക്കാം. ഈ പറഞ്ഞ രീതിയിൽ രോഗത്തിനെ മനസ്സിലാക്കി ചികിത്സിച്ചാൽ ഏതു മാറാത്ത താരനും ആയുർവേദത്തിലൂടെ മാറും. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.